ഹായ്, വെള്ളരിക്ക ഉണ്ടായില്ലേ? ഹലോ ഡിയേഴ്സ്. അപ്പം ഇന്ന് ഞങ്ങൾ എവിടെയാണ് പച്ചക്കറി നട്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. പുഴയുടെ സൈഡിലാണ് പച്ചക്കറി നട്ടേക്കുന്നത്. എവിടെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഉണ്ണിക്കുട്ടനും അച്ഛമ്മയും അതിലേ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്കിതിൽ കുറച്ചൊരു ഇടവഴിയുണ്ട്, അതിലേക്കൂടെ വേണം പോകാനായിട്ട്. കുറച്ച് ഇടുങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു വഴിയാണ് കേട്ടോ. ഒന്നെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും പാമ്പുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വീഴാനുള്ള ചാൻസും ഉണ്ടാവും. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പച്ചക്കറിയിലേക്ക് പോകുന്നത്. കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് കാടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പുഴേൻ്റെ സൈഡായതുകൊണ്ട് അങ്ങനെ പച്ചക്കറി നടുന്നവർ മാത്രമേ ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ട് പച്ചക്കറി നടാറുള്ളൂ. പിന്നെ അങ്ങനെ കാടൊന്നും വെട്ടി വയക്കാറില്ല. ഇതിൽ ഞാൻ ചീരയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു കറീൻ്റെ വീഡിയോയിൽ ഞാനിവിടെ കാണിച്ചായിരുന്നു. ചീരയൊക്കെ പറിക്കുന്നത് കുറച്ച് ഭാഗം കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നല്ല ടേസ്റ്റുള്ള കറിയുമാണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ല പച്ചക്കറി നട്ടിരിക്കുന്നത്, കുറേ ആൾക്കാർ നട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നീർനായയൊക്കെ ഈ പച്ചക്കറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞായിരുന്നേ, അതുകൊണ്ട് വേലി കെട്ടി വെച്ചതാണ്. അതാ ഉണ്ണിക്കുട്ടനും അച്ഛമ്മ ആടെയുണ്ട്. നമ്മൾ ആദ്യം നട്ട ചീരയെല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ലാസ്റ്റ് നട്ട ചീരയാണ്. ഹായ്, വെള്ളരിക്ക ഉണ്ടായില്ലേ? അപ്പോൾ ഇതെല്ലാം വെള്ളരിയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് നോക്കിയാലൊന്നും കാണില്ല. അതിൻ്റെ ആ ചപ്പും ഇലയെല്ലാം ഒന്ന് മാറ്റി നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റ വെള്ളരി കാണില്ലല്ലോ. ഇനി അതിൻ്റെ ആ ഇലയൊക്കെ ഒന്ന് മാറ്റി നോക്കുവാണെങ്കിൽ അത് നട്ട കുഴിയിലായിരിക്കും ആ വെള്ളരിക്ക ഉണ്ടാവുക. ഓരോരോ കുഴി ഉണ്ടാവുമല്ലോ, ആ കുഴീൻ്റെ ഉള്ളിൽ ഒരു 5-6 മുതൽ 7 വരെ ഉണ്ടാവും വെള്ളരിക്ക ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളിങ്ങനെ മാറ്റി നോക്കണം എങ്കിലേ കാണുള്ളൂ. എന്താണ് അവിടെ ഉള്ളത്? ഇത് കണ്ടോ, ഇപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാകലുണ്ട് വെള്ളരിക്കയെല്ലാം. പിന്നെ ഇത് വിൽക്കാനൊന്നുമല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നട്ട് വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് വിളവൊന്നും എടുക്കുന്നില്ല. കുറച്ചുകൂടെ മൂത്തിട്ടാകുമ്പോൾ നമ്മൾ പറിച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് തന്നെ കറി വെക്കാൻ ആവശ്യമായ വെള്ളരിക്ക കിട്ടും. പിന്നെ ഇത് മത്തനാണ് കേട്ടോ. മത്തൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മത്തൻ കുമ്പളം ഉണ്ട്. ഇത് ചട്ടിമത്തനാണ്, ഈ ഉരുണ്ടിരിക്കുന്ന മത്തങ്ങയില്ലേ അതാണ്. കുറച്ച് നീണ്ട മത്തങ്ങയാണ് മത്തൻ കുമ്പളം എന്ന് പറയുന്നത്. അത് കാണിച്ചു തരാം. പക്ഷെ അതിലായിട്ടില്ല. ഞാൻ വിത്ത് കായായി കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഒരു ചീര. നമ്മൾ അതിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ട് വേറെ വേറെ ഇല തളുത്ത് വന്ന് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കാരാപ്പിരിക്ക. നിങ്ങളെന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. നമ്മളിവിടെ കാരാപ്പിരിക്കാന്ന് പറയാം. ഇത് പച്ച കളറിലെ വഴുതന. ഇത് ചിരങ്ങ കേട്ടോ, തായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ പച്ചക്കറി മുഴുവനും നമ്മുടേതല്ല കേട്ടോ, ഓരോരോ ആൾക്കാർ നട്ടതാണ്. അപ്പം ഓരോ ആൾക്കാരുടെ സെഷനാണ് ഇങ്ങനെ തിരിച്ച് നട്ടിട്ടുണ്ട്. ഇതുണ്ട് ചീരേൻ്റെയൊക്കെ നമ്മൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞായിരുന്നു. ബാക്കിയുള്ളത് വിത്തിനിട്ടതാണ് കേട്ടോ. ഇത്ര ഇങ്ങനെ നീളത്തിൽ പോകുന്നത് അതെല്ലാം ഇനി അടുത്ത വർഷത്തേക്കുള്ള വിത്തിനിട്ടതാണ്. പിന്നെ പയറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. കുറച്ച് പയറൊക്കെ നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വള്ളിപ്പയർ. ഞാൻ വള്ളിപ്പയറും കായും വീഡിയോ ഇട്ടിരുന്നു. കണ്ണിൽ വെയിലടിച്ചിട്ടൊന്നും കാണുന്നുമില്ല, പറയാനും പറ്റുന്നില്ല എനിക്ക്. എന്ത് എവിടെ നട്ടതാ? അനക്കല്ല, അമ്മ നോക്കട്ടെ, അതിലുണ്ടോ നോക്കട്ടെ. കാണുന്നുണ്ട്. എവിടെ മീനെ കാണുന്നില്ല ഞാൻ. അതല്ലേ കുഞ്ഞി.
പോയായിരുന്നു. എല്ലാം വലുതുണ്ട്. വലുതുണ്ടാ? ആ ഞാൻ കണ്ടതാ. അമ്മ ഓ ഇത് നീർക്കൊടിയുണ്ടോ? നീർക്കോലിയുണ്ട്. എന്താ അനക്കൊണ്ടോ? അനക്കൊണ്ടിയ? അനക്കൊണ്ടിയൊന്നുമില്ല. മുതലയോ? മുതലില്ല. ഈ പുഴയുടെ അക്കരെ കണ്ട ഇതിലെല്ലാം ആന വരുന്ന കേട്ടോ. നമ്മുടെ ആർല ഫാമിൽ നിന്ന് ആന ഇറങ്ങലുണ്ട് ഇതിൽ. കാട്ടുപന്നി വരുത്തുണ്ട്. പിന്നെ നീർനായ ഉണ്ട്. നീർനായ ഒന്ന് പച്ചക്കറി എല്ലാം കളയും. ഓ നീർനായ വെള്ളത്തിലുള്ളൊരു എനിക്കറിഞ്ഞൂടാ വാവേ, ഞാൻ കണ്ടിട്ടില്ല. ഇത് വെണ്ടയാണ്. പിന്നെ കൃഷിയായിട്ട് നട്ടിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോന്നും നട്ട് വെച്ചതാണ്. ഇത് വേണ്ട പുഴയുടെ അക്കരെ അവിടെ എല്ലാം പച്ചക്കറി വരുന്ന സ്ഥലമാണ്. കയ്പക്ക ആ അത് കയ്പൊക്കെയല്ല, അത് കാരാപ്പിരിയാ. ഇതിലാ ഉണ്ണിക്കുട്ടൻ പോകുന്ന വഴി കൂടെ നമുക്കും പോവാം. വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. മീനുണ്ടാ? ആ ഈ വെള്ളത്തിൽ ചാടി പോകണ്ടായിരുന്നു. മതി അങ്ങോട്ട് പോകല്ല, അതിൽ വീണു. ചളി ഉണ്ടാവും കാല് താന്നു. അങ്ങ് വാ. നമുക്ക് അത്യാവശ്യം അന്നന്ന് വറവുണ്ടാക്കാനുള്ള പയർ കിട്ടാറുണ്ട്. ഇപ്പോൾ പയറായി വരുന്നതേ ഉള്ളൂ. ഇത് വള്ളിപ്പയറല്ല, നമ്മൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ പൊളിച്ചൊക്കെ ഇട്ട് കറി വെക്കൂലേ, എന്ത് പയറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെ പോയാൽ നമുക്ക് താമര കാണാം. മുളങ്കാട്. ഓ പേടിയൊന്നുമില്ല, നേരെ പോയിക്കോളും. വാ, എനിക്ക് പേടിയാ, ഞാൻ പറ്റില്ല. വാ, വല്ല പാമ്പുണ്ടെങ്കിലോ? ആമ്പൽ പറിക്കാമെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് പോയതാ. പക്ഷേങ്കിൽ അവിടെയൊക്കെ താണു പോകുന്ന സ്ഥലമാണ്. പിന്നെ മുളയൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ലൊരു തണുപ്പും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം LS ഫാമിലി കിച്ചനൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ചീര തന്നെയാ, പച്ചച്ചീര. നോക്ക് എവിടെ എത്തിയാൽ നോക്കുന്നത്. നീളം വെച്ചിട്ട് വന്നില്ലേ പയറാക്കാണി കത്തി എടുക്കണമെന്ന് വെച്ചു. കുറേ അളവ് വഴിക്കളി അതിപ്പോൾ നല്ല ഉഷാറിൽ വന്ന് എല്ലാവരും കണ്ട് അപ്പടുത്ത് ഇരിക്കലുണ്ടല്ലോ. ഇനിയാ നന്നാവില്ല. നമ്മുടെ പാവലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലയെല്ലാം ചുരുണ്ടുപോയി. അതുകൊണ്ട് പാവയ്ക്കൊന്നും നന്നാവില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മത്തൻ കുമ്പളം. ഇതിൽ കായായിട്ടില്ല, പൂവൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കായാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മത്തൻ്റെ പൂവും ഇലയും ഒക്കെ തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ നല്ല രുചിയാണ് ഇതിൻ്റെ ഇലയൊക്കെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറി കൃഷികൾ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.